അല്ല, ഇങ്ങനെ നിക്കാനാണ് ഉദ്ദേശം? നമുക്ക് ഇനിയും കുറെ സ്ഥലത്ത് പോകാനുള്ളതാ. അങ്ങനെയൊന്നുമില്ല, നമുക്ക് പോവാം. പുറത്ത് നല്ല മഴ പെയ്യുന്നുണ്ട്, അതുകൊണ്ട് ഇനി ഞാൻ വായിച്ചു കഴിഞ്ഞാൽ ഒന്നും കേൾക്കത്തില്ല. ഐഷ്, മൂഡ് ഓഫ് ആവല്ലേ? കുറച്ചും ഞാൻ വായിച്ചു തരാടോ. ഒരു കാര്യം ചെയ്യാം. താനിപ്പോ എന്റെ ഒപ്പം വാ, ഞാൻ പറയാം. പയണം തീരാതെ തുടരും കഥയാകും. നീ വാ, നമുക്ക് മഴയത്ത് ഡാൻസ് കളിച്ചിട്ട് വരാം. நான் பாடுமாறீராரோ நீ இன்றி வேறு யாரோ என் ஜீவன் உன்னால் வாழாதோ. எனக்கே எனக்கே இது போதும் போதும். பேசும் மழையே நனைய வரவா பூவின் இதழா നീ റെഡി അല്ലേ പോവാൻ? എനിക്കറിയാം നിനക്ക് പോണേനെ സങ്കടം. പിന്നെ പോയല്ലേ പറ്റുള്ളൂ. നിനക്കും ജോബുണ്ട്, എനിക്കും ജോബുണ്ട്. സോ നമുക്കത് നോക്കണ്ടേ. പിന്നെ നീ വിഷമിക്കണ്ട, നമുക്ക് ഇനിയും വേണമെങ്കിൽ വരാമല്ലോ ഇവിടെ. അതിനെന്താ കുഴപ്പം? എപ്പോ വേണേ നമുക്ക് വരാം. വാ. നിന്റെ വീടെത്തി. ചെന്ന് സുഖമായിട്ട് ഇടമുറങ്ങും. നമുക്ക് നാളെ കാണാം. എനിക്ക് നല്ല ഉറക്കക്ഷീണമുണ്ട്. പുറത്ത് നല്ല മഴ പെയ്യുന്നുണ്ടല്ലോ, എന്താ പതിവില്ലാണ്ട്? ഇതാരാ ഇപ്പൊ വിളിക്കുന്നത്? ഇത് അയാളല്ലേ? അയാളെല്ലാം അറിഞ്ഞു കാണുമായിരിക്കും. ഹലോ, താനെന്നെ മറന്നോ? പക്ഷെ ഞാൻ മറക്കില്ല കേട്ടോ. ഞാൻ പറഞ്ഞ കാര്യം ചെയ്യാണ്ട് നിന്നെയല്ല ആരെയും ഞാൻ വിടത്തില്ല. അതുകൊണ്ട് മര്യാദയ്ക്ക് എന്നെ മോളി ഞാൻ പറഞ്ഞതൊക്കെ ചെയ്തു. എനിക്കറിയാം നീ ഏട്ടവൻ നല്ലോണം അടുത്തൊന്ന്. എന്നെ വെറുതെ വിടണം പ്ലീസ്. എന്റെ ഫാമിലിനെ വെറുതെ വിടണം. എന്നെ കൂട്ടി ഇതിനൊന്നും പറ്റില്ല. പ്ലീസ് എന്നെ വിടണം. എനിക്ക് നിങ്ങൾ പറയണ പോലെ ആവാൻ പറ്റില്ല. പ്ലീസ്, ഒരിക്കലും ആവാൻ പറ്റില്ല. ഓച്ചോ, നിന്നെ കൊണ്ട് മാത്രമേ അത് സാധിക്കുള്ളൂ. അതുകൊണ്ടല്ലേ നിന്നെ തന്നെ വച്ചിരിക്കുന്നത്. എന്തായാലും നീ അവനെ വളച്ചെടുത്തല്ലോ. ഇനിയെല്ലാം ഞങ്ങളുടെ കയ്യിൽ. നിനക്ക് പ്രത്യേകിച്ച് പണിയൊന്നുമില്ല. പക്ഷെ നീയും ഇനി അവനായിട്ട് ഒരു ബന്ധം ഉണ്ടാവില്ല എന്ന് തോന്നുന്നു. അതൊക്കെ ഞാൻ വഴിയെ ശരിയാക്കിക്കോളാം. ഓക്കെ ബൈ. നമുക്ക് പിന്നൊരിക്കൽ കാണാം. വഴിയെ കാണാന്നല്ല,
ചിലപ്പോൾ നാളെ തന്നെ കാണാനേ വരും. ഒന്നും പറയാൻ പറ്റില്ലല്ലോ. അപ്പോൾ ഗുഡ് നൈറ്റ്, നാളെ കാണാം. എന്താ ദൈവമേ, എനിക്ക് മാത്രമേ അവസ്ഥ, എനിക്ക് മാത്രമല്ല ഇത് വരുന്നുള്ളൂ. എന്നെ ഇതിന്നൊന്ന് വിട്. എന്താ എന്നെ തന്നെ ഞാൻ നോക്കി വെക്കുന്നത്? അന്നത്തെ ഷോക്കിലാണോ? ജിമ്മിനല്ല എൻ്റെ അടുത്ത് പറഞ്ഞു. ഇപ്പൊ എനിക്ക് കുഴപ്പമൊന്നുമില്ല. നല്ല കാര്യം. അപ്പൊ നിങ്ങളെ വലിയ കുഴപ്പമൊന്നുമില്ല അല്ലേ? നിന്റെ സൗണ്ടിനൊക്കെ ആകെ എന്തോ ഒരു വ്യത്യാസം. എന്തെങ്കിലും പ്രശ്നമുണ്ടോ? നീ കരഞ്ഞോ? ഞാനോ? ഞാൻ കരഞ്ഞിട്ടൊന്നുമില്ല. നിനക്ക് തോന്നിയതായിരിക്കും. നീ അകത്തേക്ക് വാ. ഞാനേ ഡിന്നർ കഴിച്ചില്ലായിരുന്നു. നമുക്ക് എന്നാ ഒരുമിച്ച് കഴിച്ചാലോ? കഴിക്കാലോ. ഞാൻ അതല്ല നിന്നെ വിട്ടാലോ. നീ പോയി എടുത്തിട്ടോ. വാ, നീ ഇവിടെ ഡൈനിങ് ടേബിളിലായിരുന്നു. ഞാൻ പോയി എടുത്തിട്ട് വരാം. ഇതൊക്കെ ഇപ്പൊ എന്താ പറ്റിയ? ഇനി സാറായിട്ട് വല്ലോ? എന്തായാലും എങ്ങനെയാ ചോദിച്ചറിയാം. അത് ഫുഡ് കഴിക്കാം. ഞാൻ കഴിച്ചോളാം. നീ കൂടെ ഇരിക്കാം, എന്നിട്ട് കഴിക്കാം. അതിങ്ങ് താടി, ഞാൻ കഴുകി വെക്കാം. വേണ്ട, ഞാൻ ഇത് കഴുകി വെച്ചോളാം. എന്നാ നീ കഴിച്ചോടി, ഞാൻ റൂമിലുണ്ടാവും. മീര, ഞാൻ കുറച്ച് നേരം പോലെ ശ്രദ്ധിക്കാം. നീ ഒട്ടും മൂക്കില്ല. എന്താ പറ്റിയേ? എൻ്റെ അടുത്ത് പറ. എനിക്ക് കുഴപ്പമൊന്നുമില്ല, തോന്നിയിരിക്കും. നീ ഇപ്പൊ ഈ പറയുന്നതെല്ലാം പച്ചക്കള്ളാന്ന് എനിക്ക് നല്ലോണം അറിയാം. മര്യാദക്ക് സത്യം പറ. മീര, എന്ത് പറ്റി? നീ എന്തിനു വെറുതെ കരയുന്നേ? മീര പറയാവുന്നേ, നിനക്ക് എന്താ പറ്റിയേ? സാറാ എൻ്റെ അടുത്ത് നാളെ കാണാന്ന്, നല്ല ഹാപ്പി ആയിട്ട് കിടന്നുറങ്ങണം, ഒരിക്കലും സങ്കടപ്പെടരുത്, നമുക്ക് നാളെ കാണുമ്പോൾ കുറേ സംസാരിക്കാം എന്നൊക്കെ പറഞ്ഞു. എനിക്കറിയില്ല കാതർ, ഞാൻ എങ്ങനെയാ, എനിക്ക് പറ്റുന്നില്ല. മീര, ഞാൻ ശരിക്കും പറയാം, നീ എന്തൊക്കെയാ ചെയ്യുന്നത്, നിനക്ക് എന്തൊക്കെ മെസ്സേജാ വരുന്നത്, ഇതൊന്നും എനിക്ക് മനസ്സിലാവുന്നില്ല. നീ തെളിച്ച എല്ലാ കാര്യവും എൻ്റെ അടുത്ത് പറ, കരയാണ്ട് പറ, ഞാൻ പറയാം എന്താ വേണ്ടതെന്ന്. നിങ്ങളുടെ മുമ്പിൽ ഈ കാണുന്ന ലൈഫൊന്നും അല്ല ശരിക്കും എൻ്റെ. നിങ്ങൾ എപ്പോഴും ചിന്തിച്ചിട്ടുണ്ടോ, അല്ലെങ്കിൽ നീ എപ്പോഴും ചിന്തിച്ചിട്ടുണ്ടോ എൻ്റെ അച്ഛൻ എവിടെയാ, അമ്മ എവിടെയാന്നൊക്കെ? നാട്ടിലാണെന്നാണോ എന്നെ ഉദ്ദേശിച്ചത്? പക്ഷെ അവർ നാട്ടിലില്ല, അവര് ഒരാളുടെ കയ്യിലാണ്. എനിക്കറിയില്ല ഇതിലെങ്ങനെ ഞാൻ വന്ന് വീണേന്ന്. ബട്ട് പെട്ടെന്ന് എനിക്കൊരു ഫോൺ കോൾ വന്നിട്ട് എന്തൊക്കെയോ ഭീഷണിപ്പെടുത്തിയിട്ട് പറഞ്ഞു, നിന്റെ അമ്മ അച്ഛൻ ഞങ്ങളുടെ കസ്റ്റഡിയിലാണ്. അപ്പോൾ ഇനി മര്യാദക്ക് ഞങ്ങൾ പറയുന്ന കാര്യം ചെയ്താൽ അവരെ കൊല്ലാണ്ട് വിടാന്നൊക്കെ. ഞാൻ എന്താ ചെയ്യണ്ടേ? പെട്ടെന്നൊരു ഇതാണെങ്കിൽ ഞാൻ ഇങ്ങോട്ട് ജോലിക്കായിട്ട് വരാനും കൂടെ ഇരിക്കായിരുന്നു. അപ്പോഴായിരുന്നു ഇങ്ങനെയൊക്കെ. പെട്ടെന്ന് അവരെ കണ്ടുമില്ല. ഞാൻ വീട് മൊത്തം തപ്പി അതിനി ഫേക്ക് ആണോ എന്ന് അറിയിക്കാൻ വേണ്ടിയിട്ട്. പക്ഷെ അവരെ കണ്ടില്ല, അത് റിയൽ ആയിരുന്നു. എനിക്ക് എന്താ ചെയ്യേണ്ടത്, എന്താ പറയേണ്ടതെന്ന് ഒന്നും അറിയില്ലായിരുന്നു. ആ വിളിച്ചവരുടെ പേരോ നാടോ ഒന്നും എനിക്കറിയില്ല. പക്ഷെ മുഖം മാത്രം ഞാൻ ഒരു വട്ടം കണ്ടുണ്ട്. എൻ്റെ അടുത്ത് കുറേ ഭീഷണിപ്പെടുത്തി. എന്നിട്ട് നിനക്ക് ചെയ്യണമെന്ന് പറഞ്ഞു. എന്താ പറഞ്ഞെന്ന് ഞാൻ പറയും. എങ്ങനെയും സാറിനെ വശത്താക്കണം, പുള്ളിനെ സ്നേഹിച്ച്, കാരണം പുള്ളി ഒരാൾക്ക് വീട് കൊടുക്കൂല എന്നറിയാം. എന്തിനാ എന്നിട്ട് എന്നെ തന്നെ ചൂസ് ചെയ്യുന്നത് എനിക്ക് പോലും അറിയില്ല. എന്നിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞു, പുള്ളിനെ എങ്ങനെയും വശീകരിച്ച് എൻ്റെ അടുത്ത് എത്തിച്ചിട്ട് പുള്ളിയെ വിളിച്ച് പറഞ്ഞാൽ മതി, ബാക്കി കാര്യങ്ങൾ അയാൾ ചെയ്തോളാന്ന് പറഞ്ഞു. സത്യമായിട്ടും ആരെപ്പറ്റി പറയുന്നതെന്നുള്ള എനിക്കറിയില്ലായിരുന്നു. പിന്നെ ഫോട്ടോ ഐഡിയ കാണിച്ചു തന്നപ്പോൾ ചങ്കുന്ന് നിർത്തി. കാരണം ഞാൻ മുന്നിലെ
ഇഷ്ടം പറയാലോ എന്നോർത്താ ഞാൻ വന്നത്. ഒരു പെട്ടെന്ന് എനിക്ക് അങ്ങനെ ചെയ്യേണ്ട വന്നു. അങ്ങനെ ഞാൻ ഇങ്ങോട്ട് വന്നു. പക്ഷെ ഇപ്പൊ ഒന്ന് ക്ലോസ് ആയി ഞങ്ങൾ ഇഷ്ടത്തിലേക്ക് കഴിഞ്ഞപ്പോ എനിക്ക് പുള്ളിനെ മറക്കാൻ പറ്റുന്നില്ല. ഇപ്പത് അയാളെ വിളിച്ചിട്ടുണ്ടായിരുന്നു. എൻ്റെ അടുത്ത് ഇനിയുള്ള കാര്യങ്ങളൊക്കെ അയാൾ നോക്കിക്കോളാം, നീ ചെയ്യേണ്ട ജോബ് നീ തന്നെ ചെയ്തു, അതിനുള്ള നിനക്ക് തരാം എന്നൊക്കെ പറഞ്ഞ് എന്തൊക്കെ പറഞ്ഞു. എനിക്കറിയില്ല ഇനി എന്താ ചെയ്യേണ്ടതെന്ന്. നാളെ താ മീറ്റ് ചെയ്യണമെന്ന് പറഞ്ഞേക്കുന്നു. ഞാൻ എങ്ങനെയാ പിടിച്ചേക്കുക? നാളെ തന്നെ അയാളും എന്നെ കാണുമെന്നാ പറഞ്ഞത്. നാളെ എന്തെങ്കിലും നടക്കാൻ ചാൻസ് ഉണ്ട്. നാളത്തെ ദിവസം ശരിക്കും എനിക്കിനി നിങ്ങൾ ആരെയും കാണാൻ പറ്റില്ല. ബിക്കോസ് അയാൾ എന്നെ എങ്ങോട്ടേലും കൊണ്ടുപോകുന്നാ പറഞ്ഞത്. എങ്ങോട്ടേലും, നിങ്ങൾ ആരെയും കാണാത്ത ഒരു ദൂരത്തേക്ക്. എൻ്റെ ജീവിതം മാത്രം എന്തൊക്കെയാ അതല്ല ഇങ്ങനെ പോയാൽ എനിക്ക് മാത്രം എന്താ ഇങ്ങനെയൊക്കെ ഒരു സുവർണ നിമിഷത്തിൽ വന്നിട്ട് അയാൾ ഇങ്ങനെയൊക്കെ പറയാ, ഇങ്ങനെയൊക്കെ ചെയ്യണമെന്ന് പറയാ, സ്വന്തം ഫാമിലിക്ക് വേണ്ടി നിനക്ക് ഇറങ്ങിത്തിരിക്കുക. പറ്റുന്നില്ല എന്നെ കൊണ്ട്. മീര, നീ കരയാണ്ടിരിക്കുക. നീ ബാക്കിയും കൂടെ പറ, ഞാൻ പറയാം. നാളെ അയാൾ വരും. എന്നിട്ട് എങ്ങനെയും അങ്കിത്തിനെ പിടിക്കാൻ നോക്കുമായിരിക്കും. എനിക്കറിയില്ല നാളെ എന്താ അയാളുടെ പ്ലാൻ, ബട്ട് എനിക്കറിയാം എന്തായാലും നാളെ അയാളെ നേരിട്ട് കാണാൻ പറ്റും. ഞാനിപ്പോൾ എത്രത്തോളം അങ്കിത്തിനെ സ്നേഹിക്കുന്നുണ്ടെന്നറിയോ? എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ആ ആളെ ഞാൻ എങ്ങനെയാ ചീറ്റ് ചെയ്യുക? നീ പറ, ഞാൻ എങ്ങനെയാ അയാളെ ചീറ്റ് ചെയ്യുക? നീ നോക്കിക്കോ, നിനക്ക് ചീറ്റ് ചെയ്യേണ്ട ഒന്നും വരത്തില്ല. നീ പേടിക്കണ്ട. ഞാനും ജിമ്മിനല്ലേ നിന്റെ ഒപ്പം ഉള്ളത്. ജിമ്മിൻ്റെ അടുത്ത് ഞാൻ ഈ കാര്യം പറയാം. ഞങ്ങൾ നിന്റെ കൂടെ ഉള്ളത്തോളം കാലം നിനക്കൊന്നും സംഭവിക്കില്ല. നമുക്ക് നാളെ എല്ലാം സെറ്റാക്കാം. നീ ഇപ്പൊ കരയാണ്ടിരിക്കുക. കരഞ്ഞല്ല ഒന്നും നേരിടേണ്ടത്. നമ്മള് എല്ലാം നമുക്ക് ചെയ്യാവുന്ന പരമാവധി ചെയ്യണം. നിനക്ക് പറയില്ലല്ലോ നിന്നെ എന്തിനാ എടുത്തെന്ന്. വഴിയെല്ലാം അറിയാൻ പറ്റും. നാളെ തന്നെ നമുക്ക് എല്ലാം ചെയ്തു തീർക്കാം. ഇപ്പൊ നീ കരയാണ്ട് സുഖമായിട്ട് കിടന്നുറങ്ങുക. എനിക്കറിയാം നിനക്ക് അങ്ങനെയൊന്നും ഉറങ്ങാൻ പറ്റില്ല. പക്ഷെ എന്നാലും നാളത്തേക്ക് വേണ്ടി മാത്രം നീ ഒന്ന് ഉറങ്ങും. സാറ് പറഞ്ഞ പോലെ നീ നാളെ സാറിൻ്റെ ഒപ്പം സ്പെൻഡ് ചെയ്യുക. ഓക്കെ? ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഞങ്ങൾക്ക് വിട്ടേക്കും. ഇപ്പൊ നല്ലോണം ഉറങ്ങാൻ നോക്കാം. നാളെ കാണാം. താങ്ക് യു സോ മച്ച്.